ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഇന്ന് രാവിലെ മലപ്പുറത്ത് നമ്മൾ കേൾക്കുകയുണ്ടായി. 1 വയസ്സുള്ള ഒരു കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞത് സാമാന്യ മര്യാദ കൊണ്ടാണ്. സത്യത്തിൽ ഈ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ കൊന്നു എന്ന് പറയുന്നതാണ് ശരി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയല്ല, ഇത് മനഃപൂർവ്വമായ നരഹത്യയാണ്. അത് പറയാൻ കാരണം എത്രയൊക്കെ ആളുകൾ ബോധവൽക്കരിക്കുന്നു, എത്രയൊക്കെ ആൾക്കാർ പറയുന്നു. ഈ പറയുന്ന മതവിശ്വാസങ്ങളുടെയും ഈ പറയുന്ന മത പുരോഹിതരും പറയുന്ന വിവരക്കേടും, അതേപോലെ കുറെ പ്രകൃതി ചികിത്സ, മറ്റേ ചികിത്സ, കാന്ത ചികിത്സ, ശബ്ദ ചികിത്സ, പഞ്ചറൊട്ടിക്കല്, ഹോമിയോപ്പതി, ഇങ്ങനെ കുറെ ഇതൊക്കെ ഉഡായിപ്പ് ചികിത്സകളാണെന്ന് എത്രയോ ആളുകളോട് പറയുന്നു. അതൊന്നും വിശ്വസിക്കാതെ ഈ പെണ്ണുമ്പോൾ ഒരു അക്യുപഞ്ചറിസ്റ്റാണ്, പഞ്ചറൊട്ടിക്കലാണ് പരിപാടി ശരീരത്തിന്. ആ സംഭവം എന്ന് പറയുന്നത് ഒരു ഉഡായിപ്പ് ചികിത്സയാണ്. ആ ഉഡായിപ്പ് ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മോഡേൺ മെഡിസിനെ തള്ളിപ്പറയുക എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ പരിപാടി. ഇവരുടെ പേര് ഹരീര എന്ന മറ്റുമാണ്. ഭർത്താവിന്റെ പേര് നവാസ്, വളാഞ്ചേരിക്കാരാണ്. ആ വാർത്തയിൽ പറയുന്നത് ഈ കുട്ടിക്ക് മഞ്ഞപ്പിത്തമായിരുന്ന കുട്ടിക്ക് ചികിത്സ കൊടുക്കാനുള്ള കാരണം ഇവർ പ്രകൃതി ചികിത്സയുടെ പിന്നാലെ പോകുള്ളൂ. പ്രസവിച്ചത് അങ്ങനെയാണ്. വീട്ടിൽ പ്രസവം നടന്നതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടുണ്ട്. ആ ഫേസ്ബുക്ക് ഒരുപാട് വൈറലൊക്കെയാണ് ആ കാലഘട്ടത്തിൽ. ആ സമയത്തൊക്കെയാണല്ലോ കുറെ തലയിൽ മുളയില്ലാത്തവർ വീട്ടിൽ പ്രസവിക്കുന്ന അമ്മമാരെ വിളിച്ചിരുത്തി ആദരിച്ചത്. എന്തായാലും ആ വാർത്ത നമുക്കൊന്ന് കേട്ടു, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. കുട്ടിക്ക് ശരിയായിട്ടുള്ള രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതെന്ന ഒരു പരാതിയാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ കുട്ടി മരിക്കുന്നത്. നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് കുട്ടിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ രോഗം മൂർച്ഛിച്ചിട്ട് പോലും ഏതെങ്കിലും തരത്തിലുള്ള ആശുപത്രിയിൽ എത്തിക്കാനോ ആധുനികമായിട്ടുള്ള ചികിത്സകൾ നൽകാനോ ഒന്നും ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല. ഇവർ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായിരുന്നു. വീട്ടിൽ തന്നെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ചില ചികിത്സകളും മറ്റുമൊക്കെ നൽകുന്നതായിരുന്നു ഇവരുടെ ഒരു രീതി. നമുക്കൊരു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ മഞ്ഞപ്പിത്തം ബാധിച്ചാൽ മഴ നനഞ്ഞാൽ മഞ്ഞപ്പിത്തം മാറും എന്ന തരത്തിലുള്ള ചില അബദ്ധധാരണകളൊക്കെ ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഇവർ പെരുമാറിയിരുന്നത്. കുട്ടിയെ മഴ നനയിക്കുക, അങ്ങനെയുള്ള ചില ചികിത്സാ രീതികളൊക്കെയാണ് ഇവർ പിന്തുടർന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ കുട്ടിയുടെ നില അതീവ ഗുരുതരമായിട്ട് മാറുന്നു. എന്നിട്ട് പോലും ആശുപത്രിയിലേക്ക് മാറ്റാനായിട്ട് ഇവർ തയ്യാറായില്ല. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി SN അർഹാൻ എന്ന കുട്ടി മരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി സമീപത്തെ ഒരു പള്ളിയിൽ കുട്ടിയുടെ ഖബർ അടക്കുകയും ചെയ്തു. ഈ കുട്ടി മരിച്ചതിന് കാരണമായിട്ട് ഇവർ പറഞ്ഞു വരുത്തിയ ഒരു കള്ളമുണ്ട്. ആ കള്ളം കേട്ടപ്പോഴാണ് ഇവരെ ഒരു അമ്മയായിരിക്കുന്ന അർഹതയില്ലാത്ത ഒരു സ്ത്രീയാണ് ഇവര്. ആ നവാസ് എന്ന് പറയുന്നവൻ അച്ഛനാകാൻ അർഹതയില്ലാത്തവനാണ്. കുഞ്ഞ് പാല് കുടിച്ചപ്പോൾ നെറുകയിൽ കയറി അങ്ങനെയാണ് മരിച്ചതെന്നാണ് ഇവർ പറഞ്ഞു പരത്തിയത്. എന്നിട്ട് വളരെ പെട്ടെന്ന് ശവസംസ്കാര ചടങ്ങ് നടത്തി. പിന്നീട് നാട്ടുകാർക്ക് തന്നെ സംശയം തോന്നിയപ്പോഴാണ് ഇത് കുത്തിപ്പൊക്കിയതും കുട്ടിക്ക് മഞ്ഞപ്പിത്തമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. അശാസ്ത്രീയത, അക്യുപഞ്ചർ ഞാൻ പറഞ്ഞത് നേരത്തെ, അശാസ്ത്രീയമായ രീതിയിലാണ്. പ്രകൃതി ജീവനം, എന്റെ പൊന്നോ, ഇമാതിരി ഉഡായിപ്പുകൾ കാണിച്ച ആൾക്കാർ എത്ര പറ്റിക്കപ്പെട്ടാലും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച കുഞ്ഞിന് മഴ കൊള്ളിച്ചാൽ മതി എന്ന് ഏതെങ്കിലും കാരണവന്മാര് ഈ പ്രാസമൊപ്പിച്ച് പറഞ്ഞിട്ടാണ് ആ വല്ല പഴഞ്ചൊല്ലും. ആ പഴഞ്ചൊല്ലൊക്കെ വെച്ചിട്ടാണ്. പ്രകൃതിദത്തമായ പ്രസവമായിരുന്നല്ലോ, അപ്പൊ പ്രകൃതിദത്തമായ രീതികൾ കൊണ്ട് കുഞ്ഞിനെ ചികിത്സിക്കാനായിട്ട് മഞ്ഞപ്പിത്തം പിടിച്ച കുഞ്ഞിനെ മഴയത്തോണ്ട് നിർത്തിയ മരപ്പാഴുകൾ, ഞാനൊരു പ്രാസങ്ങൾ ഒപ്പിച്ച് പറയാം, മഞ്ഞപ്പിത്തം പിടിച്ച കുഞ്ഞിനെ മഴയത്ത് കൊണ്ടു നിർത്തി മരണത്തിന് വിട്ടുകൊടുത്ത മരപ്പാഴുകളാണ് ഈ തന്തയും തള്ളയും. ഒരു രീതിയിലുള്ള കരുണയും അർഹിക്കുന്നില്ല ആ മാതാപിതാക്കൾ. പിടിച്ചകത്ത് തരണോന്നേ. മനഃപൂർവ്വമായ നരഹത്യക്ക് ഇവർക്കെതിരെ കേസ് കൊടുക്കണം. കാരണം ആ കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഒരു വാക്സിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടില്ല. മോഡേൺ മെഡിസിനെ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ കുട്ടികൾക്ക് അവരുടെ ശൈശവാവസ്ഥ അല്ലെങ്കിൽ നിയോനാറ്റൽ ഫേസിലൊക്കെ വരാവുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് കൃത്യമായ രീതിയിൽ വാക്സിൻ എടുക്കാവൂ. നമുക്കെന്ത് വാക്സിൻ? നമ്മൾക്ക് സുംബ ഡാൻസിന് തുണി മാറുന്നുണ്ടോ? എത്രമാത്രം തുണി കൊടുക്കുന്നുണ്ട്? ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചിരുന്നാണോ ഡാൻസ് ചെയ്യുന്നത്? അതൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. അല്ലാതെ ശാസ്ത്രബോധം ഈ പണ്ടാരങ്ങളെ തലക്കകത്ത് കയറുന്നുണ്ടോ നോക്കരുത്. അല്ല, മതങ്ങൾ എങ്ങനെയാണല്ലോ. ഈ നാട്ടില് നാടകം നടക്കും, നാട്ടില് എല്ലായിടത്തായാലും നാടകം നടക്കുമ്പോഴേക്കും ഒരു അനൗൺസ്മെന്റ് വരും. വേദിയിലേക്കുള്ള എല്ലാ വെളിച്ചങ്ങളും അണക്കണം. പ്രത്യേകിച്ച് സിനിമാസ്കോപ്പ് ഡ്രാമകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേദിയിലേക്കുള്ള എല്ലാ രീതിയിലുള്ള വെട്ടവും അവർ അണക്കാൻ പറയും. കാരണം നാടകത്തിൽ നടക്കുന്ന പല ട്രിക്കുകളും നമ്മൾക്ക് മനസ്സിലാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അതേപോലെ ഈ മതങ്ങളിൽ നടക്കുന്ന പല ഉഡായിപ്പുകളും മനസ്സിലാക്കാതിരിക്കുന്നതിന് വേണ്ടി നിന്റെയൊക്കെ തലയിലുള്ള വെളിച്ചം അണക്കണം എന്ന് പറഞ്ഞാൽ അണച്ചു കൊടുത്തിട്ട് ഈ ഉഡായിപ്പൊന്നും മനസ്സിലാക്കാതെ അതിനൊക്കെ പിന്നാലെ പ്രകൃതി, ദൈവം, മറ്റേത് മറിച്ചത്, ദൈവത്തിന്റെ രീതികൾ,
പ്രകൃതിയുടെ രീതികൾ എന്നൊക്കെ പറഞ്ഞു പോയി ആ കുഞ്ഞിൻ്റെ ജീവനില്ല. ആ കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അവകാശം ഇല്ലാതാക്കിയാണ് ആ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടായിരുന്നു. ആ സാഹചര്യം ഒഴിവാക്കി ആ കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഈ തള്ളയും തന്തയും ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പറയുകയാണെങ്കിൽ ഇവർ വലിയ രീതിയിൽ ഈ അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു. കുട്ടിയുടെ അമ്മ ഹിറ ഹറീറ ഒരു അക്യൂപഞ്ചറിസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇവരുടെ ഈ സമൂഹ മാധ്യമങ്ങളിലുള്ള പോസ്റ്റുകളൊക്കെ ഇതിനെ അനുകൂലിക്കുന്ന രീതിയിൽ, അതായത് വീട്ടിലെ പ്രസവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുകൂലിക്കുന്ന രീതിയിലാണ്. 2024 ഏപ്രിൽ 24 ഈ കുട്ടി ജനിക്കുന്നത്. അതിനുശേഷം യാതൊരു വിധത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളോ ഒന്നും തന്നെ ഈ കുട്ടിക്ക് നൽകിയിട്ടില്ല എന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. അതുപോലെ തന്നെ വീട്ടിലാണ് ഈ കുട്ടിയെ ഇവർ പ്രസവിച്ചത്. അപ്പോൾ ഈ വീട്ടു പ്രസവങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നവരെയൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഇവരുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക വിദ്യയോട് കൂടിയുള്ള പ്രസവങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നവരായിരുന്നു ഈ കുട്ടിയുടെ മാതാപിതാക്കൾ. രജനി, വലിയ പ്രചാരമൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പൊ ഫേസ്ബുക്ക് പേജ് ഇല്ല, പേജുണ്ട്, പേജ് കാണാം, പക്ഷെ പോസ്റ്റർ കെട്ടിപ്പൂട്ടി ഇടയ്ക്ക് വെച്ചു. എന്തേ പ്രചരിപ്പിക്കണില്ലേ? കുറച്ചുകൂടി വാരി അങ്ങോട്ട് പൊത്ത് വിവരക്കേടുകള്, അശാസ്ത്രീയകള് അങ്ങോട്ട് വാള് മൊത്തം അങ്ങോട്ട് ഈ ചാണകം മുതൽ പൊത്തി വെക്കുന്നതിൽ പൊത്തി വെക്ക്. ഇവര് ഇങ്ങനെ ഈ പ്രസവിച്ചവരോട് ബന്ധപ്പെട്ട് ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം അത്തരം വീഡിയോക്ക് സാധനത്തിൽ റീച്ചൊന്നും കിട്ടാറില്ല. എങ്കിലും ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ? ഇപ്പം ചില ആളുകൾ അവരുടെ വീഡിയോ പറയാറുണ്ട്, ഞാൻ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയമൊന്നും എടുക്കാറില്ല എന്ന് പറയാറുണ്ട്. ഞാനും ചിലപ്പോൾ എടുക്കുന്ന അത്ര വലിയ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയമൊന്നും ആയിരിക്കില്ല, വളരെ കത്തിക്കുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾക്കുള്ള ഒപ്പീനിയൻ പറയാൻ വേണ്ടി എടുക്കാറുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കില്ല. ചില വിഷയങ്ങൾ ഇപ്പോൾ ഞാൻ ഇതിക്കുമെന്ന് പറഞ്ഞു, രേണുസുതി പോലുള്ള വിഷയങ്ങൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു റെലവൻസ് ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കുന്നതല്ലാതെ എന്ത് കിട്ടിയാലും അവരുടെ വിഷയം സംസാരിക്കാറില്ല. ഇത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ റീച്ച് കിട്ടില്ല എന്നുള്ളത്. എന്നാലും നമ്മൾ സംസാരിക്കുന്നത് കുറച്ചെങ്കിലും കാണുന്ന തലക്കകത്ത് എന്തെങ്കിലും കയറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അന്നായിട്ട് വീഡിയോയിൽ കൃത്യമായിട്ട് ഈ വീട്ടിലിടക്കുന്ന പ്രസവം, അതുപോലെ ആശുപത്രിയിൽ നടക്കുന്ന പ്രസവം, മരപ്പാഴുകൾ പറയുന്നൊരു കാര്യമുണ്ടേ. അതെന്താ, ഹോസ്പിറ്റലിൽ നടക്കുന്നതെല്ലാം സക്സസ്ഫുൾ ആണോ? നമ്മൾ കണക്കുകളെടുത്ത് വെച്ച് പരിശോധിക്കും. അതിനെക്കുറിച്ച് വിശദമായിട്ട് ആ വീഡിയോ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം. ഞാൻ ഈ പറയുന്ന ഈ ഉടായി കഥ വായിച്ചുകൊണ്ട് എന്ത് എഴുതിയേക്കണം അറിയാൻ വേണ്ടി ഞാനൊന്ന് സെർച്ച് ചെയ്ത് കിട്ടിയില്ല ഈ സംഭവം. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ചൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ അല്ലെങ്കിൽ വേറൊരു ന്യൂസിലാന്ന് തോന്നുന്നു, ആ ഫേസ്ബുക്ക് പോസ്റ്റ് കുറച്ചൊരു ഭാഗമുണ്ട്. അപ്പോൾ അത് വെച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും വേറൊരു ഫേസ്ബുക്ക് പേജ് കിട്ടി, പ്രസവിക്കുന്നവരുടെ അനുഭവം അങ്ങനെ എന്തോ പറയുന്നൊരു സംഭവം. വേറൊന്നുമല്ല, ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്ന പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ ആശുപത്രി മോഡേൺ മെഡിസിൻ്റെ സഹായത്തോടെ ഹോസ്പിറ്റലിൽ പോയി നടത്തുന്ന പ്രസവങ്ങളൊക്കെ പരത്തെറി വിളിക്കുക, കുറ്റം പറയുക. അതിലുപയോഗിച്ചിരിക്കുന്ന വാക്കാണ് കേട്ടോ, അലോപ്പതിയുടെ ക്രൂരതകൾ ഏറ്റുപറയുക അമ്മമാരെ, അങ്ങനെ നടക്കൊരു പോസ്റ്റാണ്. എടാ മരപ്പൊട്ടന്മാരെ, അലോപ്പതി എന്ന് പറയുന്ന സംഭവം മോഡേൺ മെഡിസിനും തമ്മിൽ ആനയാടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് പണ്ട് ഹോമിയോപതി എന്ന ഉടായ്പ്, ഈ പഞ്ചാര വെള്ളം കലക്കി ആൾക്കാരെ പറ്റിക്കുന്ന ഉടായ്പ് കണ്ടുപിടിച്ച ഹാനിമാൻ അയാളുടെ ഹോമിയോപ്പതി അല്ലാത്ത ബാക്കിയുള്ള എല്ലാ ചികിത്സാ രീതിയും വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കാണ് അലോപ്പതി. പ്രധാനമായിട്ടും വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിലവിലിരുന്ന ഒരു അശാസ്ത്രീയമായ ചികിത്സാ രീതിയുണ്ട്. നമ്മുടെ ഈ ആയുർവേദത്തിൽ പറയുന്നത് പോലെ ശരീരത്തിലുള്ള ചില ഫ്ലൂയിഡുകളാണ്, അതായത് രക്തം, കഫം, അതുപോലുള്ള കാര്യങ്ങൾ, ബ്ലഡ്, ഫ്ലം, യെല്ലോ ബൈൽ, ബ്ലാക്ക് ബൈൽ, ഈ 4 കാര്യങ്ങളുണ്ടാകുന്ന ഇംബാലൻസ് ആണ് നമ്മുടെ ശരീരത്തിനുണ്ടായ അസുഖം എന്ന് വിശ്വസിച്ചിരുന്ന അശാസ്ത്രീയമായ ചികിത്സ നടത്തിയിരുന്നതിനെ വിളിച്ചിരുന്ന പേരാണ് ഈ അലോപ്പതി. അത് പൊതുവിൽ ഈ ഹാനിമാൻ അന്നുണ്ടായ എല്ലാ ചികിത്സാ രീതി എങ്ങനെ വിളിച്ചു, അതിനെയാണ് ഈ പറയുന്ന മോഡേൺ മെഡിസിനോട് കൂട്ടിക്കെട്ടാൻ ഈ മരപ്പാഴുകൾ, ഈ മലഭൂതങ്ങൾ ശ്രമിക്കുന്നത്. തലക്കാത്ത് മലമുള്ള ഭൂതങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് കേട്ടോ. ഇവനൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് പണ്ട് നോഹ പെട്ടിയടിച്ച് കപ്പലുണ്ടാക്കി ജീവനെ രക്ഷിച്ചെന്ന് പറഞ്ഞൊരു കെട്ടുകഥയുണ്ടല്ലോ, ആ കെട്ടുകഥയുടെ കാലത്ത് ജീവിക്കുന്നവരെന്ന് ഞാൻ കരുതാം. പക്ഷെ ഇവനൊക്കെ സഞ്ചരിച്ച് 1810 വരെ എത്തിയിട്ടുണ്ട്. 1810 ഇങ്ങനെ ഒരു ടേം ഈ ഹാനിമാൻ കോയിൻ ചെയ്യുന്നത്. അപ്പോൾ 1810 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അവിടം വരെ വണ്ടി കിട്ടി നിൽക്കുകയാണ്, സന്തോഷം. അപ്പോൾ അങ്ങനെ കുറ്റം പറയുന്ന കൂട്ടത്തിലാണ് ഇവളുടെ ഈ പ്രസവകഥ ഞാൻ വായിച്ചത്. പ്രകൃതിയുടെ വരദാനമായിട്ടുള്ള വഴികളിലേക്ക് നീങ്ങി പ്രസവിച്ചൊരു പെൺകുട്ടി കൂടി ഉണ്ട് കേട്ടോ. സത്യത്തിൽ ഇവർ ജയിലിൽ പോകുന്ന ഞാൻ ആദ്യം ആലോചിച്ച പെൺകുട്ടിയുടെ കാര്യം എന്താണെന്നാണ്. ജയിലിൽ പോകണമെന്ന് വിചാരിക്കുന്നത് കാരണം ഇവർ ശിക്ഷിക്കപ്പെടണം. പിന്നെ ഞാൻ ആലോചിച്ചു, ഒരു കുഞ്ഞിന്റെ ജീവൻ, തൻ്റെയൊക്കെ ഈഗോ, അതായത് ഇതൊക്കെ ഉടായിപ്പാണ് സമ്മതിച്ചു കൊടുക്കണം, അതൊക്കെ ഇവരെ ഈഗോ ഹേർട്ടാകും. അതിനു വേണ്ടി ആ കുഞ്ഞിന് ചികിത്സ നിഷേധിച്ച് ഇവരൊക്കെ ആ മൂത്ത കുട്ടിയെ വളർത്താനായിട്ട് ഒരു യോഗ്യതയും ഇല്ലാത്തവരാണ്. അവളൊക്കെ ജയിലിൽ പിടിച്ചിടണം, രണ്ടിനെയും കൊണ്ട് ജയിലിടണം. ആ കുഞ്ഞിനെ നല്ല വല്ല മാതാപിതാക്കളും വളർത്തട്ടെ, കുറച്ച് ബോധവും തലക്കകത്ത് വെട്ടവും വിളിച്ചുള്ള മാതാപിതാക്കൾ വളർത്തട്ടെ. ഇതിനെപ്പോലെ തലക്ക് മുളയില്ലാത്ത ഈ മതങ്ങൾ പറയുന്നതും അതേപോലെ അശാസ്ത്രീയതയും ഉടായ്പും
കാന്ത ചികിത്സ, മറ്റേ ചികിത്സ, പഞ്ചർ ചികിത്സ, ശബ്ദ ചികിത്സ, മ്യൂസിക് ചികിത്സ എന്നൊക്കെ പറഞ്ഞ് കുറെ ഉടായ്പായിട്ട് നടക്കുന്ന ആ ഉടായ്പിനെയൊക്കെ പ്രചാരിപ്പിക്കുന്ന ഇവനൊക്കെ കുറച്ചാളകത്തിരുന്നതൊക്കെ പഠിക്കട്ടെ. ഇത് പറയുമ്പോൾ ക്രൂരമായിട്ട് തോന്നും നിങ്ങൾക്ക്. ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. ഇപ്പം എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ എനിക്ക് വ്യക്തിപരമായ ബന്ധങ്ങളല്ല കേട്ടോ ഉള്ളത്, അവരുടെ ആശയപരമായിട്ടുള്ള ബന്ധം എനിക്കുള്ളത്. ഇത് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലുമൊക്കെ നമ്മളിലൊക്കെ പെട്ട് കഴിയുമ്പോഴേക്കും ഇവൻ്റെയൊക്കെ കൂട്ടുകാരുടെ മറ്റന്മാരെന്ന് അവരെ പിടിച്ച് വലിച്ചെറിയാണ് ഞാൻ പറയുന്നത്. മനോജ് വെള്ളനാട്, ജിനേഷ്, അവരെ പോലൊക്കെ വളരെ സൗമ്യമായിട്ട് ഈ വിഷയങ്ങൾ പറയുന്നവരാണ്. അവർക്ക് എത്രയോ കാലമായിട്ട് ഈ വിഷയം പറയുന്നു. അവർ മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. എത്രയോ കാലമായിട്ട് അവർ ഈ വിഷയം പറയുന്നു, സൗമ്യമായിട്ട് പറയുന്നു. മറ്റൊരു തലയിൽ കയറുന്നുണ്ടോ? അതുപോലെ വേറൊരു കൂട്ടുകാരാണ് എനിക്ക്, ഷിജിൽ റോയ് എന്ന് പറയുന്നൊരു ഫ്രണ്ടുണ്ട്. മുട്ടയെന്ന് എല്ലാവരും വിളിക്കുന്നത്. ഞാൻ ക്ലബ് ഹൗസ് തുടങ്ങിയ സമയത്താണ് ഇതേപോലെ ആശയപരമായ സൗഹൃദം പുള്ളിയായിട്ടുള്ളത്. പുള്ളിയുടെ ഫേസ്ബുക്കിൽ ഇതേപോലെ ഉടായ്പകളൊക്കെ ഇങ്ങനെ വലിച്ച് കീറി അവൻ്റെ ഫേസ്ബുക്ക് വോളിൽ ഒട്ടിച്ചു വെക്കാറുണ്ട്. നല്ല പരത്തെറിയാണ് അവൻ വിളിക്കുന്നത്. ഈ നല്ല രീതിയിൽ ജിനേഷിനെ പോലുള്ള ആളുകൾ, മനോജിനെ പോലുള്ള ആളുകൾ നല്ല രീതിയിൽ പറയുമ്പോൾ കേൾക്കാത്തവർക്ക് പിന്നെ നല്ല പരത്തെറിയാൻ നല്ലത്. അവൻ്റെ സ്ഥിരം വേട്ടമൃഗം എന്ന് പറയുന്നത് ഈ കൃപാസനം പത്രം, അത് സ്ഥിരം വലിച്ചെറി ഒട്ടിക്കാനാണ് പുള്ളിയുടെ പരിപാടി. നല്ല രീതിയിലാണ് കേട്ടോ കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേട്ടോണ്ടിരിക്കാനായിട്ട്. ചിലർക്ക് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലായി. ഇങ്ങനെയൊക്കെ കൊള്ളുന്ന രീതിയിൽ നല്ല കൊള്ളിച്ച് തന്നെ പറയണം, എന്നാലും ഇവനൊക്കെ നെഞ്ചത്തൊണ്ട തറച്ച് കയറുള്ളൂ. എന്നാലും നന്നാവുന്ന എനിക്കറിയില്ല കേട്ടോ. നാളെ ഇതിനൊക്കെ ന്യായീകരണമായിട്ട് വരും. ദൈവത്തിന് വിധിയാണല്ലോ. ദൈവത്തിന് പിന്നെ അങ്ങനെ ഒരു എസ്കേപ്പ് ഉണ്ട്. എന്തേലും നല്ലത് വന്നാൽ ദൈവത്തിന് നന്ദി, എന്തേലും മോശം വന്നാൽ നമ്മുടെ വിധി. ദൈവം രക്ഷപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് ദൈവത്തിനും പ്രകൃതിക്ക് വലിയ ഇടപെടലൊന്നുമില്ല. അത് കുഞ്ഞിൻ്റെ വിധിയാണെന്ന് വിചാരിച്ച് വരണം തള്ളിക്കളഞ്ഞോളും. പക്ഷേ അങ്ങനെ തള്ളിക്കളയാൻ പാടില്ല. ഇവരൊക്കെ നിയമത്തിൻ്റെ മുന്നിലെത്തണം, ശിക്ഷിക്കപ്പെടണം. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.